ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമ്മിൻ്റെ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സായ ലീഗൽ ലിറ്ററസിയിലെ 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റ്, അതായത് ആ പുസ്തകത്തിൻ്റെ ലാസ്റ്റ് യൂണിറ്റാണ് ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മലയാളത്തിലുള്ള പെയ്ഡ് നോട്ട്സ് ഉണ്ട്. നോട്ട്സോ അസൈൻമെൻറ്റ്സോ ഒക്കെ ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അതായത് 4ാമത്തെ ബ്ലോക്കിൽ 3ാമത്തെ യൂണിറ്റിൻ്റെ പേര് റോൾ ഓഫ് പോലീസ് ഇൻ ലോ എൻഫോഴ്സ്മെൻറ്റ്, അതായത് ഇന്ത്യയിൽ നിയമം നടപ്പിലാക്കുന്നതിൽ പോലീസിൻ്റെ പങ്ക് എന്താണ് എന്നുള്ളതാണ് കേട്ടോ. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് അതിൽ പറയണമെന്നുള്ളത്. അതിൽ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് പോലീസ് ആണ് ആദ്യം വരുന്നത്. പോലീസിൻ്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും. ഒന്നാമത്തത് FIR രജിസ്ട്രേഷനാണ്. അതായത് ഒരു CRPC കീഴിലുള്ള പോലീസിൻ്റെ ഏറ്റവും നിർണായകമായ പ്രവൃത്തികളിൽ ഒന്നാണെന്ത് FIR രജിസ്ട്രേഷൻ നടത്തുക എന്നുള്ളത്. CRPCയുടെ 184ാം വകുപ്പ് അനുശാസിക്കുന്നത് ഒരു കോഗ്നിസിബിൾ, അതായത് തിരിച്ചറിയാവുന്ന കുറ്റകൃത്യത്തിൻ്റെ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏത് വിവരവും പോലീസ് രേഖപ്പെടുത്തണമെന്നാണ്. അപ്പോൾ FIR ക്രിമിനൽ അന്വേഷണ പ്രക്രിയയുടെ ആദ്യപടിയായിട്ട് പ്രവർത്തിക്കുകയും ക്രിമിനൽ നീതിന്യായ സംവിധാനത്തെ പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതാര് തന്നെ തയ്യാറാക്കേണ്ടതാണ്? പോലീസ് തന്നെ തയ്യാറാക്കേണ്ടതാണ്. രണ്ടാമത്തത് കുറ്റകൃത്യങ്ങളുടെ അന്വേഷണമാണ്. പോലീസിൻ്റെ പ്രാഥമിക ചുമതലകളിൽ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം എന്നത് ഉൾപ്പെടുന്നുണ്ട്. അതിൽ വിവരങ്ങൾ ലഭിച്ചാൽ ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിന് അന്വേഷണ പ്രക്രിയയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് കുറ്റകൃത്യം നടന്ന സ്ഥലം സന്ദർശിക്കലാണ്. രണ്ടാമത്തത് തെളിവ് ശേഖരിക്കലാണ്. മൂന്നാമത്തത് സാക്ഷികളെ അഭിമുഖം നടത്തൽ, അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തൽ. നാലാമത്തത് സംശയിക്കുന്നവരെയൊക്കെ അറസ്റ്റ് ചെയ്യലാണ്. അഞ്ചാമത്തത് പ്രോസിക്യൂഷന് വേണ്ടി കേസ് ഫയലുകൾ തയ്യാറാക്കലാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്? BNSSൻ്റെ സെക്ഷൻ 179, 195 വരെയുള്ള വകുപ്പുകൾ പ്രകാരം പോലീസിന് വിശാലമായ അന്വേഷണ അധികാരം നൽകുന്നതാണ്. ഇനി മൂന്നാമത്തത് ചോദ്യം ചെയ്യലും കുറ്റസമ്മതവുമാണ്. അന്വേഷണത്തിനിടയിൽ സംശയിക്കുന്നവരെയും സാക്ഷികളെയും ചോദ്യം ചെയ്യാനുള്ള അധികാരം BNSS ആർക്ക് നൽകുന്നുണ്ട്? പോലീസിന് നൽകുന്നുണ്ട്. ഇനി നാലാമത്തത് അറസ്റ്റും തടങ്കലുമാണ്. അതായത് വിവിധ സാഹചര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് BNSS അധികാരം നൽകുന്നുണ്ട്. ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ നോക്കുക. ഒന്ന്, വ്യവഹാര കുറ്റങ്ങളിൽ വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പ് 35 അനുശാസിക്കുന്നുണ്ട്. പേരും താമസ സ്ഥലവും നൽകാൻ വിസമ്മതിക്കുന്ന ഒരാളെ സെക്ഷൻ 39 അനുസരിച്ച് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ അനുവാദമുണ്ട്. അതുപോലെ ക്രമം നിലനിർത്തുന്നതിന് പ്രതിരോധ തടങ്കലിന് വകുപ്പ് 170 പോലീസുകാർക്ക് അധികാരം നൽകുന്നുണ്ട്. എങ്കിലും സെക്ഷൻ 35(3), 35(4), 35(5), 35(6), 36, 37, 38 എന്നിവയിലൊക്കെ വിവരിച്ചിരിക്കുന്നത് പോലെ അറസ്റ്റിലായ വ്യക്തിയെ അറസ്റ്റിൻ്റെ കാരണങ്ങളും അവകാശങ്ങളും ഒക്കെ അറിയിക്കാനുള്ള ഒരു അവകാശം കൂടി ആർക്കുണ്ട്? പോലീസിന് ഉണ്ട് കേട്ടോ. അഞ്ചാമത്തത് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കലാണ്. അതായത് BNSSൻ്റെ സെക്ഷൻ 58 പ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്ത വ്യക്തിയെ ആയുധധാരിയായിക്കൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ, അതായത് യാത്രാ ചിലവ്, അതായത് പിടിച്ചെടുത്ത സ്ഥലം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പാകെ എത്താനുള്ള സമയം ഒഴികെ മജിസ്ട്രേറ്റിന് മുമ്പിൽ 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കണം എന്നാണ്. ആറാമത്തത് റിമാൻഡും കസ്റ്റഡിയുമാണ്. BNSSൻ്റെ സെക്ഷൻ 187 പ്രകാരം കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി ഒരു പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസിന് കഴിയും. അതായത് ഇപ്പോൾ പോലീസിന് കസ്റ്റഡിയിൽ വാങ്ങാൻ കഴിയുമെങ്കിൽ ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധനയ്ക്ക് ഇത് വിധേയമാണ് കേട്ടോ. കൂടാതെ പോലീസ് കസ്റ്റഡിയിലാക്കിയ കാലയളവ് എന്ന് പറയുമ്പോൾ 15 ദിവസമാണ്. പിന്നെ അതെന്താണ്? കസ്റ്റഡി വിപുലീകരണത്തിന് മതിയായ കാരണങ്ങളുണ്ടെന്ന് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെട്ടാൽ തടങ്കലിന് കൂടുതൽ അനുമതി നൽകുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോഴേ പിന്നെ 15 ദിവസത്തിൽ കൂടുതൽ നിർത്താൻ പറ്റുള്ളൂ. ഇനി ഏഴാമത്തത് കുറ്റപത്രം സമർപ്പിക്കലാണ്. ഒരു അന്വേഷണം പൂർത്തിയായ ശേഷം കുറ്റാരോപിതനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകൾ ഉണ്ടെങ്കിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാവുന്നതാണ്. അത് 7. ഇനി എട്ടാമത്തത് കോടതികൾക്കുള്ള സഹായമാണ്. കോടതിയുടെ നടപടികളിൽ പോലീസ് പ്രധാനപ്പെട്ടൊരു പങ്ക് പോലീസിനുണ്ട് കേട്ടോ. അതായത് കുറ്റവാളികളായ വ്യക്തികളെയും സാക്ഷികളെയും കോടതിയിൽ ഹാജരാക്കൽ, കോടതിക്ക് പുറപ്പെടുവിച്ച വാറണ്ടുകൾ നടപ്പിലാക്കൽ, സമൻസുകളുടെയും മറ്റ് ജുഡീഷ്യൽ നടപടികളെയും സേവനത്തിൽ സഹായിക്കുക, ഇതൊക്കെ ആര് ചെയ്യുന്നത്? പോലീസാണ് ചെയ്യുന്നത്. ഇനി 9ാമത്തത് പ്രിവെൻറ്റീവ് ആക്ഷനാണ്. അതായത് BNSSന് കീഴിൽ കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് പോലീസിന് സജീവമായ പങ്കുണ്ട്. അപ്പോൾ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള
വ്യക്തികൾക്ക് നോട്ടീസ് കൊടുക്കുക സെക്ഷൻ 151 പ്രകാരം. പിന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വാറണ്ടില്ലാതെ വ്യക്തികളെ അറസ്റ്റ് ചെയ്യുക സെക്ഷൻ 170 പ്രകാരം. പിന്നെ നിയമവിരുദ്ധമായ സമ്മേളനങ്ങൾ പിരിച്ചുവിടുക തുടങ്ങിയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങളും BNSSകാർക്ക് നൽകുന്നുണ്ട്, പോലീസിന് നൽകുന്നുണ്ട്. 10ാമത്തത് ക്രമസമാധാന പരിപാലനമാണ്. അവയുടെ അന്വേഷണ പ്രവർത്തനങ്ങൾക്കപ്പുറം ഒരു പൊതുക്രമം നിലനിർത്തുന്നതിനും പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിലും പോലീസ് വിശാലമായ ഒരു പങ്കുണ്ട്. ഇനി അടുത്തത് വരുന്ന 11ാമത്തത് അസ്വസ്ഥമായ പ്രദേശങ്ങളിൽ പ്രത്യേക അധികാരങ്ങൾ. അതായത് BNSSൻ്റെ സെക്ഷൻ 163 പ്രകാരം പോലീസ് ഉചിതമായ അധികാര അസ്വാസ്ഥ്യമുള്ളതായി പ്രഖ്യാപിച്ച പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ അധികാരം വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. എങ്ങനെയാണ്? കർഫ്യൂ ഏർപ്പെടുത്താനും പൊതുയോഗങ്ങൾ നിയന്ത്രിക്കാനൊക്കെ ഉള്ള അധികാരങ്ങൾ അവർക്ക് അവിടെ നൽകുന്നുണ്ട്. 12ാമത്തത് കമ്മ്യൂണിറ്റി പോലീസിംഗ് ആണ്. ഇത് മാത്രം ചോദിക്കട്ടെ പരീക്ഷയ്ക്ക്. കമ്മ്യൂണിറ്റി പോലീസിംഗ്, അതായത് BNSSൽ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല കമ്മ്യൂണിറ്റി പോലീസിങ്ങിൽ. പക്ഷേ കമ്മ്യൂണിറ്റി പോലീസിംഗ് സംരംഭകർക്ക് പ്രാധാന്യം ലഭിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തായിട്ട്. മെച്ചപ്പെട്ട പോലീസ് പൊതുബന്ധം, അതായത് പൊതുജനങ്ങളും പോലീസും തമ്മിലുള്ള ബന്ധം വളർത്താനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ സമൂഹത്തെ പങ്കാളികളാക്കാനും ലക്ഷ്യമിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറയുന്നത്. ഇനി ഉത്തരവാദിത്തം. 13ാമത്തത് BNSSന് കീഴിൽ പോലീസിന് കാര്യമായ അധികാരങ്ങളുണ്ടെങ്കിലും അധികാര ദുർവിനിയോഗം തടയുന്നതിന് അവർക്ക് ചില പരിമിതികളും ഉണ്ട്. അപ്പോൾ അതുപോലെ വ്യക്തികളെ തടങ്കലിൽ വെക്കുന്നതിൽ ജുഡീഷ്യറി മേൽനോട്ടത്തിൻ്റെ ആവശ്യകത സെക്ഷൻ 187 പറയുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ മോശമായ പെരുമാറ്റത്തിൻ്റെ നിയമവിരുദ്ധമായ തടങ്കലിനോ ഉള്ള പരാതികൾക്കുള്ള വ്യവസ്ഥ സെക്ഷൻ 128 എന്നിവയ്ക്കുള്ള സെക്ഷനുകളിൽ പറയുന്നു. അപ്പോൾ പോലീസ് ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ BNSS നൽകുന്നുണ്ട് കേട്ടോ. ഇനി വിവിധ സംവിധാനങ്ങളിലൂടെ പോലീസ് അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാണ്. ഏതൊക്കെയാണ് സംവിധാനങ്ങൾ എന്നാണ്? ഒന്ന് ആന്തരിക അച്ചടക്ക നടപടിക്രമങ്ങൾ, മറ്റൊന്ന് പോലീസ് നടപടികളുടെ ജുഡീഷ്യൽ സൂക്ഷ്മ പരിശോധന, 3ാമത്തത് മനുഷ്യാവകാശ കമ്മീഷനുകൾ, 4ാമത്തത് പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റികൾ. ഇനി ലിമിറ്റേഷൻസ് ആൻഡ് സേഫ് ഗാർഡ്സാണ്, അതായത് പരിമിതികളും സുരക്ഷയും. ഒരു ദുരുപയോഗം തടയാൻ പോലീസിന് അധികാരികൾക്ക് BNSS ചില പ്രത്യേക പരിമിതികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ എന്താണ്? പീഡനത്തിനും കസ്റ്റഡിയിലെ അക്രമത്തിനും നിരോധനം. പിന്നെ 2ാമത്തത് കസ്റ്റഡിയിലായ ആളുകളെ നിർബന്ധിത വൈദ്യപരിശോധന നടത്തുന്നുണ്ട്. 3ാമത്തത് സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4ാമത്തത് അറസ്റ്റിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അറിയിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ട്. ഇത്രയൊക്കെയാണ് അവരുടെ സേഫ് ഗാർഡ്സ് ലിമിറ്റേഷൻസിൽ വരുന്നത്. ഇനി ഇതിനൊരു കൺക്ലൂഷനും കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ പുസ്തകം അവസാനിക്കുകയാണ്. അതായത് ഇന്ത്യയിലെ ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ പ്രവർത്തനത്തിൽ BNSSന് കീഴിലുള്ള പോലീസിൻ്റെ പങ്ക് അവിഭാജ്യമാണ്, എടുത്തു പറയേണ്ടതാണ്. നിയമം നടപ്പിലാക്കുന്നതിനും പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള പ്രാഥമിക ഏജൻറ്റുമാരായിട്ടാണ് പോലീസുകാർ പ്രവർത്തിക്കുന്നത്. BNSS പോലീസിന് കാര്യമായ അധികാരങ്ങൾ നൽകുമ്പോൾ തന്നെ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നീതിയുടെ ന്യായമായ ഭരണം ഉറപ്പാക്കുന്നതിനുമുള്ള കർശനമായ നടപടിക്രമങ്ങൾ ആവശ്യകതകളും ഇത് ചുമത്തുന്നുമുണ്ട്. BNSSൻ്റെ ചട്ടക്കൂടിനുള്ളിൽ നടപ്പിലാക്കുമ്പോൾ നിയമവാഴ്ച ഉയർത്തിപ്പിടിക്കാനും നീതിന്യായ വ്യവസ്ഥയിൽ പൊതുജന വിശ്വാസം നിലനിർത്താനും ഫലപ്രദമായ പോലീസിങ് അത്യന്താപേക്ഷിതമാണ് എന്നത് ഇതിൽ നിന്ന് തന്നെ എത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ അവരുടെ ആ ഡ്യൂട്ടികൾ 13 പറയുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമാണ്. എത്രയാണ് നമ്മുടെ ലീഗൽ ലിറ്ററസിയിൽ വരുന്നത്. 4 ബ്ലോക്കുകളിൽ 3 യൂണിറ്റുകളായിട്ട് 4ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ യൂണിറ്റാണ് ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഉള്ള നോട്ട്സുകളുണ്ട്, മലയാളത്തിലുണ്ട്. നോട്ട്സ് ആവശ്യമുള്ളവരുണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ അതിൻ്റെ നോട്ട്സ് ബ്ലോക്ക് വൈസ് ആയിട്ട് നോട്ട്സ് ഉണ്ട്, നോട്ട്സ് തരാം കേട്ടോ. ഓക്കെ, താങ്ക്സ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.